ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫ്രണ്ട്സ് കിച്ചൺ വേൾഡ്. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റിയായ ഓവനോ ഗ്രില്ലോ ഒന്നും തന്നെ ഇല്ലാതെ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഗ്രീൻ ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല സുന്ദരിയായ ഗ്രീൻ ചിക്കൻ എങ്ങനെ റെഡിയാക്കിയെടുക്കാം എന്നാണ് കേട്ടോ ഇവിടെ കാണിക്കാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 1.5 കിലോഗ്രാം ചിക്കനാണ്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. പിന്നെ 2 പുളിനാരങ്ങ, ഒരൽപ്പം കറിവേപ്പില, നല്ല പച്ച കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഒരൽപ്പം പുതിനയില, 2 പച്ചമുളക്. നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാൻ 2 എണ്ണം എടുത്തിരിക്കുന്നത്. പിന്നെ ഒരൽപ്പം മല്ലിയില. ഇതൊക്കെ ചേർത്തിട്ടാണ് ഗ്രീൻ ചിക്കൻ തയ്യാറാക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് ചിക്കനിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും മഞ്ഞളും ഒന്ന് മിക്സാക്കി എടുക്കാം. അതിനുശേഷം മാത്രമാണ് മസാല അരച്ചിട്ട് ചേർക്കുന്നത്. ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ട് കുറച്ച് സമയം മാറ്റി വെക്കാം. ഈ ഒരു ചിക്കന് ആവശ്യമായ ഉപ്പ് നമുക്കിപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ കാല് രണ്ടും കൂടിയിട്ട് ഗിയർ വയറോ അല്ലെങ്കിൽ നൂലോ ഉപയോഗിച്ച് ഒന്ന് കെട്ടിക്കൊടുക്കുക. അല്ലെങ്കിൽ വേവിച്ചെടുക്കുന്ന സമയത്തോ ഇളകിപ്പോകാൻ ചാൻസ് ഉണ്ട്. നന്നായിട്ട് കുക്കാവുന്ന സമയത്ത് ഇളകിപ്പോകും. അതുകൊണ്ട് നന്നായിട്ടൊന്ന് തന്നെ കെട്ടിക്കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കിയെടുക്കാം. ആദ്യം തന്നെ കറിവേപ്പില, കുരുമുളക്, പിന്നെ പുളിനാരങ്ങ ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ പച്ചമുളക്, പുതിനയില. ഇതൊക്കെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ. ഇതിനൊന്നും ഞാനൊരു കൃത്യമായ അളവ് പറയുന്നില്ല. പിന്നെ മല്ലിയില. ഇത് നല്ല ഫ്രൈ ആയി വരുന്ന സമയത്ത് നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. ഇതൊക്കെ നല്ല കൂടുതൽ ചേർക്കുമ്പോൾ കിട്ടുന്നത്. ഇഞ്ചി, വെളുത്തുള്ളി ഇത് കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇനി ഇതിലേക്ക് ആവശ്യമായത് 2 ടേബിൾ സ്പൂൺ ഓയിലാണ്. ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അത് കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം. കണ്ടില്ലേ, നമ്മുടെ മസാല മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പുളിനാരങ്ങയുടെ നീര് കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ മിക്സിയിൽ അടിക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കുന്നില്ല, അതിന് ശേഷമാണ് കേട്ടോ ചേർക്കുന്നത്. അതുപോലെ തന്നെ ഒന്നവിടെ മാറ്റി വെച്ചിട്ടുണ്ട്, നമുക്ക് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ശേഷം നമുക്ക് ചിക്കനിലേക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. കണ്ടില്ലേ, നമ്മുടെ മസാല ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് ചിക്കൻ എടുത്ത് അതിൻ്റെ അകത്തും പുറത്തും ഒക്കെയും ഈ മസാല നല്ല പോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ചെടുക്കുക. ഇപ്പോൾ ചിക്കനിലേക്ക് നല്ലപോലെ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് സമയം മാറ്റി വെക്കാം. പിന്നെ ഇവിടെ കുറച്ച് മസാല ഞാൻ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്, കാരണം ഇത് നമുക്ക് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ആവശ്യമുള്ളതാണ്. പിന്നെ ഇതിൻ്റെ അകത്തായിട്ട് ഞാൻ കുറച്ച് മല്ലിയില, ഒരു പുഴുങ്ങിയ മുട്ട, ഡ്രൈ ലെമൺ, ബേ ലീഫ് ഇത് ഞാൻ ഇതിൻ്റെ അകത്തായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഫില്ലിങ്ങിന് പകരം. നിങ്ങൾക്ക് വേണമെങ്കിൽ മസാലയൊക്കെ ആക്കാം. ഉള്ളി, തക്കാളിയൊക്കെ ഉപയോഗിച്ച് നല്ല മസാല അല്ലെങ്കിൽ റൈസ് ഒക്കെ ഇതിനുള്ളിലായിട്ട് നിറച്ച് കൊടുക്കുക. പക്ഷെ ഞാൻ ഈ ഒരു മുട്ടയും ഡ്രൈ ലെമണും ഇതൊക്കെ വെക്കുന്നുള്ളൂ. അത് ഓരോരാളുടെ ഇഷ്ടം. റൈസൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതൊന്ന് തുന്നി ചേർത്ത് കൊടുക്കേണ്ടി വരും. പക്ഷേ ഇതാവുമ്പോൾ അതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. ഇനി നമുക്കൊരു കുക്കർ നല്ല പോലെ ഒന്ന് ചൂടാക്കിയെടുക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ചിക്കൻ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഓയിലൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ടിട്ട് ഏകദേശം ഒരു 10-15 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട്
വേവിച്ചെടുക്കുക. അപ്പോഴേക്ക് ഒരു വിസിൽ വരും. ആ ഒരു ടൈം നമുക്ക് കുക്കർ ഓഫ് ചെയ്യാം. ഒരു വിസിൽ വന്നപാട് ഓഫ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ ഓവർ കുക്കായി പോകും, മൊത്തത്തിലൊന്ന് അടർന്നു പോകും. അതിൻ്റെ ആവശ്യം വരുന്നില്ല. ഒറ്റ വിസിലടിച്ച പാട് ഓഫ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ മാറ്റി വെച്ച മിക്സ് ഉണ്ടല്ലോ, അത് നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായതാണ്. അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വിനാഗിർ കൂടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ മാറ്റി വെച്ച ഒരു പുളിനാരങ്ങ, അതിൻ്റെ നീര് കൂടി ഇതിൽ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഈ ഒരു സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഉപ്പ് കുറച്ചുകൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഫസ്റ്റ് തന്നെ ആവശ്യത്തിന് വേണ്ടി ചേർത്തണമെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ഇപ്പം നന്നായി ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചിക്കനും ഒരു വിസിലൊക്കെ അടിച്ച് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രം എടുക്കുക. ഈ ഒരു ചിക്കൻ എന്താ പറയുക, നന്ന തിങ്ങി നിൽക്കാത്ത വിധത്തിൽ കുറച്ച് ഫ്രീ ആയി നിൽക്കുന്ന വിധത്തിൽ വേണം ഒരു പാത്രം എടുക്കാൻ വേണ്ടിയിട്ട്. അതിലേക്ക് ഒരല്പം ഓയിൽ ഒഴിച്ച് കൊടുക്കുക. നല്ല പോലെ ചൂടായി വരുന്ന സമയത്ത് ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒട്ടും തന്നെ ചൂടൊന്നും പോകാതെ തന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നല്ല പോലെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ മുട്ടയൊക്കെ ചേർത്ത് നമ്മൾ തയ്യാറാക്കി വെച്ച മസാല ഇതിന് മുകളിലായിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ നല്ല പോലെ കുക്കായി വന്നിട്ടുണ്ട്. നല്ലപോലെ ഒരു സൈഡ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുത്തു. അപ്പോൾ ആ ഒരു സൈഡും ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. നമ്മുടെ സുന്ദരി ഗ്രീൻ ചിക്കൻ ഇവിടെ റെഡി ആയി കേട്ടോ. നല്ല ടേസ്റ്റി ആയ ഒരു ചിക്കൻ റെസിപ്പിയാണിത്. ഓവനോ ഗ്രില്ലോ ഒന്നും തന്നെ ഉപയോഗിക്കാതെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്, ഉള്ളൊക്കെ നല്ല വെന്ത് നല്ല ഫ്ലേവറാണ് കേട്ടോ ഇത് കഴിക്കുമ്പോൾ. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഇതൊരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാ ഇതുപോലെ മറ്റൊരു റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരും. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.